നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. പാലക്കാട്ട് ക്രിസ്മസ് ആഘോഷം VHP പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധം. സ്കൂളിന് മുന്നിൽ കരോളുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. VHPയെ തള്ളി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പാർട്ടി വിട്ടവരെന്ന് കെ സുരേന്ദ്രൻ. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി. വനനിയമ ഭേദഗതിയിൽ സ്വന്തം മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ പടക്കിറങ്ങിയ കേരള കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു. ആശങ്ക തീർക്കാമെന്ന് ഉറപ്പ് കിട്ടിയതായി ജോസ് കെ മാണി. കേരള കോൺഗ്രസ് കുറച്ചുകൂടി പക്വത കാണിക്കണമെന്ന് AK ശശീന്ദ്രൻ. അടിയന്തരാവസ്ഥ കാലത്തെ പോലെയുള്ള നിയമമെന്ന് താമരശ്ശേരി ബിഷപ്പ്. KMRL രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയത് അഴിമതി മറയ്ക്കാനെന്ന് SFIO. അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി നിലനിൽക്കില്ല. SFIOയെ ന്യായീകരിച്ച് ആദായ നികുതി വകുപ്പും. കേസ് വിധി പറയാൻ മാറ്റി ദില്ലി ഹൈക്കോടതി. പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ വിവാദം വീണ്ടും കനക്കുന്നു. തിരുവമ്പാടി ദേവസ്വത്തിനെതിരായ MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി ദേവസ്വങ്ങൾ. റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്ന് K മുരളീധരൻ. ചോർന്നത് പരിശോധിക്കണമെന്ന് VS സുനിൽകുമാർ. ജില്ലാ സെക്രട്ടറിയെ CPM വയനാട് ജില്ലാ സെക്രട്ടറി P ഗഗാറിനെ മാറ്റി. K റഫീഖ് പുതിയ സെക്രട്ടറി. തിരുവനന്തപുരത്തെ സെക്രട്ടറിയായി V ജോയി തുടരും. A വിജയരാഘവന്റെ വിവാദ പരാമർശത്തെ പിന്തുണച്ച് MV ഗോവിന്ദൻ. പറഞ്ഞത് വളരെ കൃത്യമെന്ന് സംസ്ഥാന സെക്രട്ടറി. അല്ലു അർജുനെതിരെ ആന്ധ്ര പോലീസ്. യുവതി മരിച്ചെന്നറിഞ്ഞിട്ടും സിനിമാ കാണൽ തുടർന്നു. തെളിവായി CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. നടന്റെ വീടിന് നേർക്കുണ്ടായത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആക്രമണമെന്ന് BJP. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഇന്നലെ ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കിയ പാലക്കാട് നല്ലേപ്പിള്ളി UP സ്കൂളിൽ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്രിസ്മസ് കരോൾ നടത്തി. അതേസമയം VHPയുടെ നടപടി തള്ളുന്നതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഡൽഹിയിൽ പറഞ്ഞു. നൂറോളം DYFI പ്രവർത്തകരാണ് കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് മാർച്ച് ചെയ്തത്. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരോളുമായി എത്തി. ഇരു സംഘടനകളും സ്കൂളിലെത്തി കരോൾ പാടി. സ്കൂൾ കുട്ടികളും ഇവർക്കൊപ്പം ചേർന്നു. ഇന്നലെ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ ഇന്ന് കോടതി റിമാൻഡ് ചെയ്തു. രണ്ടുപേരാണ് നിലവിൽ കേസിലെ പ്രതികൾ. ക്രിസ്ത്യൻ മേഖലയിൽ സ്വാധീനം കൂട്ടാൻ ലക്ഷ്യമിട്ട് ക്രൈസ്തവ വീടുകളിലേക്ക് BJP നടത്തുന്ന സ്നേഹ സന്ദേശ യാത്ര ഇന്ന് തുടങ്ങുമ്പോഴാണ് പാലക്കാട് സംഭവങ്ങൾ. താമരശ്ശേരി ബിഷപ്പ് ഹൌസിൽ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്ടെ സംഭവത്തിൽ നിന്ന് BJPക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് അടുത്തിടെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പ്രതികരിച്ചു. BJPക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഒളിച്ചോടാൻ സാധിക്കില്ല. ഈ വിഷയം ഉണ്ടായതിനു ശേഷം BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഈ വിഷയം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. യുവമോർച്ച ജില്ലാ നേതാക്കൾ പോലീസുമായും സ്കൂൾ അധികൃതരുമായും സംസാരിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് നല്ലേപ്പള്ളി UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സന്ദീപ് വാര്യർക്ക് നേരെ K സുരേന്ദ്രന്റെ ഒളിയമ്പ്. അടുത്തിടെ BJP വിട്ടുപോയവർ ഇതിനു പിന്നിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഔദ്യോഗികമായിട്ടുള്ള ആരും തന്നെ ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടില്ല. ഞാനിതിനെ വളരെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഞാനൊരു ഗൂഢാലോചന ഇതിൽ സംശയിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി BJP വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഷ്ടമില്ലാത്ത ചില ആളുകൾ
ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് BJP വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് അല്പസമയത്തിനകമാണ് ആഘോഷ പരിപാടി. മനു ഭരത് ചേരുന്നു. മനു, പ്രധാനമന്ത്രിയുടെ ക്രിസ്ത്യൻ നയതന്ത്രം എന്നുള്ളത് ഇത്തവണ അത്തരത്തിൽ ഈ കഴിഞ്ഞ തവണയും ഡൽഹിയിലെ പള്ളികളിൽ സന്ദർശനമുണ്ടായിരുന്നു, ഇത്തവണ കുറച്ചുകൂടി വ്യാപകമാക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വൈകുന്നേരം 6:30-ക്ക് ശേഷമായിരിക്കും ചടങ്ങുകൾ നടക്കുക. കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനത്തെത്തിയായിരിക്കും പ്രധാനമന്ത്രി അവിടെ സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക. പൗരപ്രമുഖന്മാരും ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കരോൾ ഗാനവും മറ്റ് ആഘോഷ പരിപാടികളും ഉണ്ടാവും. ഗോൾഡാഖാനിയിലെ പള്ളിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. നേരത്തെ 2023 ഈസ്റ്ററിൽ സമാനമായൊരു സന്ദർശനം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടുതൽ BJPയിലേക്ക് അടുപ്പിച്ചു നിർത്തുന്നതിൻ്റെ ഒരു നീക്കം ആണ് ഇത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ നീക്കം കൂടുതൽ രാഷ്ട്രീയപരമായി ഗുണം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ്റെ വീട്ടിലും പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായും വരാനിരിക്കുന്ന ദിനങ്ങളിൽ കൂടുതൽ ക്രൈസ്തവ സമൂഹങ്ങളെ BJPയിലേക്ക് ആകർഷിക്കാൻ നീക്കം ഫലവത്താകും എന്നാണ് കണക്കുകൂട്ടൽ. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വനനിയമ ഭേദഗതിയിൽ ആശങ്കകൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് ജോസ് കെ മാണി MP. കേരള കോൺഗ്രസ് M നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കർഷകർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുവെന്ന് ജോസ് കെ മാണി പറഞ്ഞു. വനമന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. വനനിയമ ഭേദഗതി ബില്ലിനെതിരായ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന അഭ്യൂഹം ഏറുന്നു. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജോസ് കെ മാണി വിഭാഗം നിലപാടിൽ മാറ്റം വരുത്തിയേക്കുമോ എന്ന ചർച്ചകളും ഇടതുമുന്നണിയിൽ സജീവമായിരിക്കുകയാണ്. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയാണ് കേരള കോൺഗ്രസിന്റെ നിർണായക രാഷ്ട്രീയ നീക്കം. വനനിയമ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിക്കുന്നതിനിടെയാണ് ഇടതുമുന്നണിയെ തന്നെ പ്രതിരോധത്തിലാക്കിയുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നീക്കം. മലയോര ജനതയുടെ ആശങ്ക ഉയർത്തി ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വാധീനമുറപ്പിക്കാൻ സാഹചര്യം പ്രയോജനപ്പെടുത്തുകയാണ് ജോസ് കെ മാണി വിഭാഗമെന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ തന്നെ ഉന്നയിച്ച ആരോപണം. അപ്പൊ യഥാർത്ഥത്തിൽ എന്നിലല്ല വിശ്വാസമില്ലാത്തത്, കേരള കോൺഗ്രസ് നേതാക്കന്മാർ റോഷി അഗസ്റ്റിനെ തള്ളി പറയുകയാണോ എന്ന് എനിക്കറിയില്ല. ഒന്നിലധികം തവണ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും അദ്ദേഹം മന്ത്രിസഭയിലില്ല, പക്ഷെ കഴിഞ്ഞ തവണയും ഈ ബില്ല് വന്നതാണ്, നീണ്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു എന്നതാണ് എനിക്ക് അതേപറ്റി പറയാനുള്ളത്. മലയോര ജനതയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും വിഷയത്തിൽ സർക്കാരിന് മുൻവിധികളില്ലെന്നും വനം മന്ത്രി ആവർത്തിക്കുമ്പോഴും ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെ കേരള കോൺഗ്രസ് നടത്തുന്ന ചടുലമായ നീക്കങ്ങൾ മുന്നണി മാറ്റത്തിന്റെ സൂചനകളായി വരെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയായ റോഷി അഗസ്റ്റിൻ ഇടത് മന്ത്രിസഭയിൽ തുടരുന്നതിനിടയിൽ മന്ത്രിസഭാ തീരുമാനത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസിന് എങ്ങനെ മുന്നണിയിൽ തുടരാനാകുമെന്നതാണ് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടുതൽ അടുക്കാനുള്ള അവസരമായി BJPയും മുന്നണി വിപുലീകരണത്തിന്റെ സാധ്യതകൾ തേടി UDFും കേരള കോൺഗ്രസിന്റെ നീക്കങ്ങളെ ആകാംക്ഷയോടെയാണ് നിരീക്ഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. വനം മന്ത്രിക്കെതിരെ ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചരാനിയിൽ വനനിയമ ഭേദഗതി വിഷയത്തിലാണ് വിമർശനം. വിജ്ഞാപനം പിൻവലിച്ചേ മതിയാകൂ, വനം മന്ത്രിക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല, ബിൽ നിയമസഭ പാസാക്കില്ലെന്നാണ് വിശ്വാസമെന്നും ബിഷപ്പ് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും CMRL പണം നൽകിയത് അഴിമതി മറയ്ക്കാണെന്ന് SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി നിലനിൽക്കില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ലെന്നും SFIO അറിയിച്ചു. SFIO അന്വേഷണത്തെ ന്യായീകരിച്ച് ആദായ നികുതി വകുപ്പും നിലപാടെടുത്തു. രേഖകൾ കൈമാറാൻ IT വകുപ്പിന് അധികാരമുണ്ട്, ഇതിന് കൃത്യം നിയമങ്ങളുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു. SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒത്താശയോടെയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ തൽപരകക്ഷികളുമായി ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. RSS BJP നേതാക്കളുടെ പേര് മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയത് എന്നത് റിപ്പോർട്ടിൽ പറയുന്നില്ല.
എം.ആർ. അജിത് കുമാറിന് വിജിലൻസ് അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് ADGPയുടെ തന്നെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. തിരുവമ്പാടി ദേവസ്വം ആദ്യം മുതൽ തന്നെ നിയമവിരുദ്ധവും നടപ്പാക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് പൂരം പൂർത്തിയാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി. സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തമാക്കുന്നില്ല. എന്നാൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരി, BJP നേതാവ് ഗോപാലകൃഷ്ണൻ എന്നീ പേരുകൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ഭാരവാഹികളും തൽപരകക്ഷികളും ചേർന്ന് ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൽപരകക്ഷികൾ ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ട്. RSS നേതാക്കളുമായി അജിത് കുമാർ നേരത്തെ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായിരിക്കെയാണ് പാർട്ടിയുടെ പേരെടുത്ത് പറയാതെയുള്ള വിമർശനം റിപ്പോർട്ടിന്റെ ഭാഗമായുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനോടുള്ള നീരസം ചില പോലീസുകാർ പൂരക്കാര്യത്തിൽ ഉപയോഗിച്ചുവെന്നും അട്ടിമറി സൂചനകളൊന്നും രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ADGP എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ തള്ളി. തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ചാളുകൾ മാത്രം വിചാരിച്ചാൽ പൂരം കലക്കാനാകില്ലെന്ന് സെക്രട്ടറി K. ഗിരീഷ് കുമാർ പ്രതികരിച്ചു. ദേവസ്വത്തിലെ ചിലർക്ക് പങ്കുണ്ടായേക്കാമെന്ന് പ്രതികരിച്ച VS സുനിൽകുമാർ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിൽ ദുരൂഹതയുണ്ടെന്നും ത്രിതല അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. പൂരം കലക്കിയവർ തന്നെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്നും ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടും അംഗീകരിക്കില്ലെന്നുമായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. ത്രിതലത്തിൽ 2 വിഭാഗം നമ്മളെ അന്വേഷണം ഹിയറിംഗ് നടത്തി കഴിഞ്ഞു. ഈ മൂന്നാമത് ആരാണെന്ന് അറിയില്ല. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഇത് വെറുതെ എന്താ പറയാ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെന്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ദുരൂഹമായൊരു കാര്യമാണ്. ഒട്ടും സ്വീകാര്യമല്ല. കാരണം കലക്കിയവൻ തന്നെയാണ് റിപ്പോർട്ടുണ്ടാക്കിയത്. അപ്പോൾ അതിൽ ഒരു കഥയില്ല. ഇയാൾ തന്നെയാണ് കലക്കിയത്. ഒരു കാരണവശാലും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. അവർ എത്ര വർഷങ്ങളായിട്ട് പൂരം നടത്തുന്നതാണ്. ഈ അജിത് കുമാർ ഇപ്പോഴല്ലേ വന്നിട്ടുള്ളത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൂരം നടത്തിയവരാ തിരുവമ്പാടിയും പാറമേക്കാവും ദേവസ്വക്കാരൊക്കെ. അവരൊന്നും പാഠം പഠിപ്പിക്കാൻ തക്കവണ്ണം അജിത് കുമാറും വളർന്നിട്ടില്ല, കേരളത്തിലെ ഗവൺമെന്റ് വളർന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കട്ടെ എന്നാണ് സതീശന്റെ മറുപടി. രമേശ് ചെന്നിത്തലയെ തലോടിയും VD സതീശനെ തള്ളിപ്പറഞ്ഞുമാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾ. സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപം. ഇത്തരം തറപറ പറയുന്ന നിലവാരമില്ലാത്ത, പരോക്ഷമായിട്ട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. VD സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന വെള്ളാപ്പള്ളി എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്നു. KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവല്ലേ, ഞാനാണ് രാജാവും രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ കൃത്യമായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് VD സതീശന്റെ മറുപടി. പിന്നെ ഇതൊക്കെ ആളുകൾ വിലയിരുത്തുന്നുണ്ടല്ലോ. എന്റെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത്, ആരുടെ നാവിൽ നിന്നാണ് വേണ്ടാത്തത് വരുന്നത് നോക്കണ്ടല്ലോ. അങ്ങനെ ആളുകൾ ചെയ്യോ? ആളുകളെല്ലാം വിലയിരുത്തില്ല. മലയാളികളെല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ. അത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. എന്നെ ആര് വിമർശിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല, വിമർശിച്ചോട്ടെ. അതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്കെതിരെ വിമർശിച്ചതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്നെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. അദ്ദേഹം പറഞ്ഞോട്ടെ. അതിനെന്താ കുഴപ്പം? എനിക്കെന്താ കുഴപ്പം? അല്ലല്ല, ഞാൻ അതിനെതിരായിട്ടൊന്നും പറയില്ല. ഞാനെതിരായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്നെ വിമർശിച്ചവരെ തിരിച്ചു മറുപടി കൊടുക്കലല്ല എൻ്റെ ജോലി. എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർ വിമർശിച്ചോട്ടെ. രമേശ് ചെന്നിത്തലയ്ക്ക് NSS പരിപാടിയിൽ ക്ഷണം കിട്ടിയത് മുതൽ ആരംഭിച്ചതാണ് കോൺഗ്രസിലെ ഈ വിവാദങ്ങൾ. സമുദായ നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാൻ നേതാക്കളുടെ മത്സരമാണ്. VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് K. മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ. പക്ഷേ വിമർശിക്കുമ്പോൾ അതിനൊരു രീതിയൊക്കെയുണ്ട്. വ്യക്തിപരമായിട്ട് ആരെയും വിമർശിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അതിന് പകരം വ്യക്തിഹത്യ നടത്തുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. ഇന്നലെ KPC പ്രസിഡന്റ് തന്നെ പാർട്ടി നിലപാട് സ്വീകരിച്ചു. ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന അസാധാരണ ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഈ ചർച്ചയിൽ സമുദായ നേതാക്കളും കക്ഷി ചേരുന്നുവെന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, News 18.
BDJSന് NDAയിൽ നിന്ന് എന്തു കിട്ടിയെന്ന് പരിശോധിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. UDFന്റെ ബലഹീനതയാണ് NDAയുടെ ഐശ്വര്യം. NDA വളരുന്നത് LDFന് ഗുണം ചെയ്യും. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണഗ്രാഫ് താഴേക്ക് പോയി. 2026-ൽ UDF അധികാരത്തിൽ വരുമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് വിജയവുമായി ബന്ധപ്പെട്ട CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. വർഗരാഷ്ട്രീയം വലിച്ചെറിഞ്ഞ് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് CPI ചുവടുമാറ്റുന്നുവെന്നും സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. അതേസമയം വിജയരാഘവനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. മുസ്ലിം വിരുദ്ധതയിലൂന്നി പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണ് CPM ശ്രമമെന്ന് സുപ്രഭാതം മുഖപത്രം ആരോപിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണെന്ന A. വിജയരാഘവന്റെ പരാമർശം ഇപ്പോൾ സംഘപരിവാർ ആഘോഷിക്കുകയാണ്. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തു വന്നത്. മുസ്ലിം സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയത പറയുന്ന CPM നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ന്യൂനപക്ഷത്തിനെതിരെ വർഗീയാരോപണം ഉന്നയിച്ചാൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടിയെങ്കിൽ ആ ധാരണ തിരുത്തേണ്ട കാലം കഴിഞ്ഞുവെന്നും മുഖപ്രസംഗത്തിലുണ്ട്. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറാവാത്തിടത്തോളം കാലം ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചുപോകുമെന്നും സുപ്രഭാതം മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം A. വിജയരാഘവനെ പിന്തുണച്ച് CPM സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഖ്യകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് വോട്ട് ലഭിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം മുസ്ലിങ്ങൾക്കും RSS വിമർശനം ഹിന്ദുക്കൾക്കും എതിരല്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിന്റെയും SDP-യുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോട് കൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഡൽഹിയിൽ എത്തുമോ എന്ന വിജയരാഘവന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രകളുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിജയരാഘവൻ ആരോപിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. CPM-ൽ സമ്മേളനകാലം. DYFI നേതാവ് K. റഫീഖ് CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് P. ഗഗാറിനൊപ്പം K. റഫീഖിന്റെ പേര് കൂടി നിർദ്ദേശിച്ചതോടെ മത്സരം ഉറപ്പായെങ്കിലും ഗഗാറിൻ പിന്മാറാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയാണ് 35-കാരനായ റഫീഖ്. ജില്ലാ സെക്രട്ടറിയായി P. ഗഗാറിൻ തുടരാനുള്ള സാധ്യത നിലനിൽക്കെയാണ് അപ്രതീക്ഷിതമായി DYFI നേതാവ് K. റഫീഖ് ജില്ലയിലെ പാർട്ടിയെ നയിക്കാനെത്തുന്നത്. പുതിയ ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോൾ നേതൃത്വം ഗഗാറിന്റെ പേര് മുന്നോട്ട് വെച്ചെങ്കിലും K. റഫീഖിന്റെ പേര് അംഗങ്ങളിൽ ചിലർ ഉന്നയിച്ചു. തുടർന്ന് സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായി പ്രത്യേകം ചർച്ച നടത്തി. 27-അംഗ കമ്മിറ്റിയിൽ 16 പേർ റഫീഖ് സെക്രട്ടറിയാകണമെന്ന നിലപാടുകാരായിരുന്നു. ഇതോടെ മത്സരം വേണ്ടെന്നും പിന്മാറാൻ തയ്യാറാണെന്നും ഗഗാറിൻ നേതൃത്വത്തെ അറിയിച്ചു. മത്സരം നടന്നിട്ടില്ലെന്നും റഫീഖിനെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയെന്നും നേതൃത്വം പ്രതികരിച്ചു. പ്രായത്തിനോ വ്യക്തിക്കോ പ്രാധാന്യമില്ലെന്നും നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണെന്നും റഫീഖ്. കൂട്ടായ നേതൃത്വമാണ്, വ്യക്തിക്ക് പ്രാധാന്യമില്ല. പ്രായത്തിനോ വ്യക്തിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാധാന്യം. പകരം കൂട്ടായ നേതൃത്വം എന്ന നിലയിലാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന റഫീഖ് SFI ജില്ലാ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. ന്യൂസ് 18 വയനാട്. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി B. ജോയ് തുടരും. MLA-മാരായ G. സ്റ്റീഫൻ, VK പ്രശാന്ത്, OS അംബിക, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 8 പേർ പുതുമുഖങ്ങളാണ്. KC വിക്രമൻ, പുത്തൻകട വിജയൻ, B. ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആനാവൂർ നാഗപ്പൻ, AA റഹീം തുടങ്ങിയവരെ ഒഴിവാക്കി. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടാണെന്ന് പൊതുചർച്ചയ്ക്ക് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞു. തെറ്റുതിരുത്തൽ രേഖ തിരുവനന്തപുരത്ത് നടപ്പിലായില്ല. തെറ്റുതിരുത്തൽ രേഖ നടപ്പായിരുന്നുവെങ്കിൽ മധു മുല്ലശ്ശേരിമാർ ഉണ്ടാകുമായിരുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. MD വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ട്. ആരോഗ്യനില മെച്ചപ്പെടുകയോ കൂടുതൽ മോശമാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മെഡിക്കൽ സംഘം
യോഗം ചേർന്നു. ആരോഗ്യനില സസൂക്ഷ്മം വിലയിരുത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഇടവേള. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് ഔപചാരിക നയതന്ത്ര കുറിപ്പയച്ചു. ജുഡീഷ്യൽ നടപടികൾക്കായി ബംഗ്ലാദേശ് ഗവൺമെന്റ് ഹസീനയെ തിരികെ അയക്കണമെന്നാവശ്യപ്പെട്ടതായി ആഭ്യന്തരകാര്യ ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൌധരി പറഞ്ഞു. ലോകം തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന AI-യുടെ ഭാവി വഴി നിശ്ചയിക്കുന്ന നയങ്ങളിൽ ഇനിയൊരു ഇന്ത്യൻ വംശജന്റെ തീരുമാനങ്ങൾ നിർണായകമാകും. വൈറ്റ് ഹൌസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സീനിയർ പോളിസി അഡ്വൈസറായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ച ശ്രീറാം കൃഷ്ണൻ ആരാണെന്ന് നോക്കാം. ശ്രീറാം കൃഷ്ണൻ ജന്മം ചെന്നൈയിലെ ഇടത്തരം കുടുംബത്തിൽ. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും IT-യിൽ എഞ്ചിനീയറിംഗ് ബിരുദം. അമേരിക്കയിലേക്ക് ചേക്കേറിയത് 2005-ൽ 21-ാം വയസ്സിൽ. 2 പതിറ്റാണ്ട് പിന്നിട്ട് ഇപ്പോൾ 41-ാം വയസ്സിൽ അമേരിക്കൻ AI നയരൂപീകരണ ഉപദേശകൻ. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഭാവിയെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കണമെന്ന് നിശ്ചയിക്കേണ്ട പ്രധാന മസ്തിഷ്കങ്ങളിലൊന്നാണ് ഇനി ഈ തമിഴ്നാട്ടുകാരൻ്റേത്. 1-ാം നിരക്കാരനായിട്ട് 1 പതിറ്റാണ്ടാകുന്നു. പക്ഷേ ലോകം ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചത് ഇലോൺ മസ്കിനൊപ്പം ചേർന്നതോടെയാണ്. സാങ്കേതികവിദ്യയിൽ വട്ടനാശയങ്ങൾ പോലും സാധ്യമാക്കി ലോകത്തെ നിരന്തരം ഞെട്ടിക്കുന്ന മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തപ്പോൾ പുനർനിർമ്മാണ ചുമതല ശ്രീറാം കൃഷ്ണനായിരുന്നു. 2007-ൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിൽ പ്രോഗ്രാം മാനേജരായി തുടക്കം. ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്കിലൂടെ ഒരേ സമയം സാങ്കേതിക വ്യാവസായിക ലോകത്തെ അത്ഭുതപ്പെടുത്തി. ട്വിറ്റർ, യാഹു, ഫേസ്ബുക്ക്, സ്നാപ്പ് ടീമുകളെ നയിച്ചു. AI-യിലൂടെ ഈ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യ സാധ്യത ഏറ്റവും നന്നായി ഉപയോഗിച്ചു. 2021 ഫെബ്രുവരിയിൽ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ അഡ്രിസൺ ഹോറോവിറ്റ്സിൽ പങ്കാളിയായി. ഭാര്യ ആരതി രാമമൂർത്തിയുമായി ചേർന്നുള്ള ദി ആരതി ആൻഡ് ശ്രീറാം ഷോയിലൂടെ പോഡ്കാസ്റ്റിലും തന്റെ പേര് അടയാളപ്പെടുത്തി ശ്രീറാം കൃഷ്ണൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും യുവതി മരിച്ചത് അറിയിച്ചിട്ടും നടൻ അല്ലു അർജുൻ സിനിമ കാണൽ തുടർന്നുവെന്ന് തെലങ്കാന പോലീസ്. സ്റ്റേറ്റ് സ്പോൺസേഡ് ആക്രമണമാണ് അല്ലു അർജുന്റെ വീടിന് നേരെ നടന്നതെന്ന ആരോപണവുമായി BJPയും രംഗത്തെത്തി. നടൻ അല്ലു അർജുനെതിരെ അതീവ ഗുരുതര ആരോപണമാണ് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ CV ആനന്ദബോസ് ഉന്നയിച്ചത്. തെളിവായി CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടു. അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച വിവരം അറിയിച്ചിട്ടും സിനിമ തീരാതെ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. തിയേറ്ററിൽ നിന്നിറങ്ങിയാൽ ആരാധകരെ കാണാൻ നിൽക്കരുതെന്ന നിർദ്ദേശവും അനുസരിച്ചില്ല. 50 പേരടങ്ങുന്ന അല്ലു അർജുന്റെ ബൗൺസേഴ്സ് പോലീസ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ല. തിയേറ്ററിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും കാറിന്റെ സൺറൂഫിന് മുകളിലൂടെ ആരാധകരെ കൈവീശി. തിയേറ്ററിലേക്ക് കൂടുതൽ ആളെത്താൻ ഇത് കാരണമായി. പോലീസ് ആരോപണങ്ങളെല്ലാം നിരസിച്ച അല്ലു അർജുൻ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് ഇതെന്നും ആരോപിച്ചു. അല്ലു അർജുന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപലപിച്ചു. അക്രമത്തിൽ അറസ്റ്റിലായ 6 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. അല്ലു അർജുനെതിരെ നടക്കുന്ന സ്റ്റേറ്റ് സ്പോൺസേഡ് അക്രമമാണെന്ന് BJP ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങണമെന്ന ആവശ്യം അല്ലു അർജുൻ തള്ളിയതിന്റെ പ്രതികാരമാണ് കോൺഗ്രസിന്റേതെന്നും BJP ആരോപിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിക്കൊരുങ്ങിയ സർക്കാർ RCCയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കരാറെടുത്തിരുന്ന സുനേജ് എക്കോ സിസ്റ്റംസ് കമ്പനിക്കെതിരെ നിയമ നടപടി ഉടനുണ്ടാകുമെന്നാണ് വിവരം. മാലിന്യ നീക്കത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെ കരാർ കമ്പനി സംസ്ഥാന സർക്കാരിന് വിശദീകരണം നൽകിയിരുന്നുവെങ്കിലും അത് തൃപ്തികരമല്ലെന്ന കണ്ടെത്തലിലാണ് നടപടിക്കൊരുങ്ങുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കരാർ കമ്പനിക്ക് നഗരസഭയും നോട്ടീസ് നൽകി. തിരുനെൽവേലിയിലെ മാലിന്യ നീക്കം പൂർത്തിയായി. 200 ടണ്ണിലേറെ മാലിന്യമാണ് തിരുനെൽവേലിയിൽ 7 ഇടങ്ങളിൽ നിന്നും മാറ്റിയത്. മാറ്റിയ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിയുടെ സംസ്ഥാനത്തെ വിവിധ പ്ലാന്റുകളിൽ സംസ്കരിക്കും. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയതിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ജനുവരി 10-നകം റിപ്പോർട്ട് നൽകണം. പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ അവധിക്കാല സിറ്റിംഗിലാണ് ഇടക്കാല ഉത്തരവ്. എറണാകുളം പൊന്നുരുന്നി അംഗൻവാടിയിലെ ഭക്ഷ്യവിഷബാധയിലും ഹൈക്കോടതി റിപ്പോർട്ട് തേടി.
ലൈംഗിക അതിക്രമ കേസിൽ എം മുകേഷ് MLAയ്ക്കും നടൻ ഇടവേള ബാബുവിനുമെതിരെ കുറ്റപത്രം. മുകേഷിനെതിരെ തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുറ്റപത്രം. പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2011 സിനിമാ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു പരാതി. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടവേള ബാബുവിനെതിരെയും കുറ്റപത്രം. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് കലൂരിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കുറ്റപത്രത്തിൽ 40 സാക്ഷികളുടെ മൊഴിയുണ്ട്. കൊട്ടാരക്കരയിൽ KSRTC ബസ് കയറി ഇറങ്ങി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെങ്ങമനാട് സ്വദേശി വിഷ്ണുനാഥാണ് മരിച്ചത്. കൊട്ടാരക്കര പുലമൺ ട്രാഫിക് പോയിന്റിൽ ഞായറാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു വിഷ്ണു. തൃശൂർ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും ഒറ്റയാന്റെ ആക്രമണം. ഏഴാറ്റുമുഖം ഗണപതിയാണ് സമീപത്തെ ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും നശിപ്പിച്ചത്. അതിരപ്പള്ളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടാണ് ആനയെ തുരത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഗണപതി സ്റ്റേഷൻ വളപ്പിലും ആന എത്തിയത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയിലെ സാമ്പത്തിക ക്രമക്കേടിൽ നടപടി. തൃശൂർ ജില്ലാ VFPCK ഡെപ്യൂട്ടി മാനേജർ KU ബബിതയെ സർവീസിൽ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തര അന്വേഷണത്തിന് 2 പേർ അടങ്ങുന്ന സംഘത്തെ നിയോഗിച്ച് CEO ഉത്തരവിറക്കി. വിജിലൻസ് അന്വേഷണം നേരിടുന്നവർക്കെതിരായ അച്ചടക്ക നടപടി വൈകുന്നത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടൽ. തൃശൂർ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൗച്ചറുകളും ബില്ലുകളും ഉണ്ടാക്കി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ശരണമന്ത്ര മുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. തങ്കേഗി ഘോഷയാത്ര മറ്റന്നാൾ വരാനിരിക്കെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. 6 മണി വരെ 79,095 ഭക്തർ മലയിറങ്ങി. വിവിധ കേന്ദ്രങ്ങളിൽ നിയന്ത്രിച്ചാണ് ഭക്തരെ കയറ്റിവിടുന്നത്. തിരക്ക് മുൻനിർത്തി എരുമേലി കാനനപാത വഴിയുള്ള സഞ്ചാര സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. ഇന്ന് ദീപാരാധനയ്ക്ക് പിന്നാലെ കർപ്പൂരാഴി നടക്കും. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ വകയാണ് ഇന്ന് കർപ്പൂരാഴി. ശബരിമലയിൽ ദീപാരാധന സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. തത്സമയം ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,900, പവന് 56,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,865, പവന് 46,920. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. ഇനി സകലമാന കേരളം കാണാം. ആര്യ ചേരും.